ഒഴിവ് ദിവസം സമാധാനമായി കിടക്കുകയായിരുന്ന എന്നെ ചങ്ങാതി വിളിച്ചുണർത്തി കളിക്കാൻ പോയാലോ എന്നൊരു ചോദ്യം. കുറേ ദിവസമായി മേലനങ്ങിയിട്ട് എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ വേഗം എണീറ്റ് ഞാൻ റെഡിയായി. വഴിയിൽ വെച്ച് കണ്ട മറ്റൊരു സുഹൃത്തിനോട് എന്ത് കളിയാണ് ഉചിതം എന്ന് ചോദിച്ചു. ആ മൃഗണിക്ക് അതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ട് തന്നെ കൈ കൊടുത്ത് ഞങ്ങൾ നടത്തം തുടർന്നു. കളിക്കാൻ പറ്റിയ സാധനം വേണം. അതിനായി അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ കയറി അന്വേഷണം ആരംഭിച്ചു. അങ്ങനെ അവസാനം നമ്മളത് കണ്ടെത്തി. എല്ലാം തികഞ്ഞ ഒരെണ്ണം കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾ ഒരു സൂത്രം ഒപ്പിച്ചു. ആ സൂത്രം എന്താണെന്ന് ശരിയായി ഗസ് ചെയ്യുന്നവർക്ക് 100 ദിർഹംസ് ഗിവ് അവേ നൽകുന്നതാണ്. പിന്നീട് പണവും കൊടുത്ത് ഞങ്ങൾ ആ കളി സാധനവുമായി നടത്തം തുടർന്നു. ഇനി വേണ്ടത് നല്ലൊരു കളിസ്ഥലമാണ്. കൂടെയുള്ള മൃഗണിക്ക് ആലോചിക്കാൻ സമയം വേണം. അങ്ങനെ ഞങ്ങൾ ഒരു ഹോട്ടലിൽ കയറി ചായയും കടിയും കഴിച്ച് ആലോചന തുടർന്നു. അവസാനം ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ ബസ്സിൽ കയറി യാത്ര പിന്നെയും തുടർന്നു. കുറേ നേരത്തെ ബസ് യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ആ സ്ഥലത്തെ ബസ് സ്റ്റോപ്പിലെത്തി. ഞങ്ങൾ വന്നത് ബസ്സിലാണോ ട്രെയിനിലാണോ എന്ന് ബസ്സിന്റെ നീളം കണ്ട് ചോദിക്കരുത്. ഞങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. ദുബായിൽ ഈ കുന്ത്രാണ്ടം എന്തിനാണെന്ന് എനിക്ക് ഇതുവരെയും പിടുത്തം കിട്ടിയിട്ടില്ല. ഇത് അമർത്തിയാലും ഇല്ലെങ്കിലും സമയമാവുമ്പോൾ പച്ച സിഗ്നൽ കത്തും. അങ്ങനെ ഞങ്ങൾ വീണ്ടും നടത്തം തുടർന്നു. കുറച്ചധികം നടന്നപ്പോഴാണ് ഞങ്ങൾ ആ കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടിപ്പോയത്. ഈപ്പച്ചൻ പള്ളിക്കൂടത്തിൽ പോവാത്തത് കൊണ്ട് തന്നെ കൂടെയുള്ള മൃഗണി അർത്ഥം പറഞ്ഞു തന്നു. അങ്ങനെ മറ്റൊരു സ്ഥലം ലക്ഷ്യമാക്കി ഞങ്ങൾ നടത്തം പിന്നെയും തുടർന്നു. റോഡിന്റെ നടുവിലൂടെ ഇങ്ങനെ ഈ സ്കൂട്ടർ ഓടിച്ച് നടക്കണമെങ്കിൽ അവർ തീർച്ചയായും അറബികളുടെ മക്കളായിരിക്കണം. അവർക്ക് ടാറ്റയും കൊടുത്ത് നടത്തം തുടർന്നുകൊണ്ടേയിരുന്നു. വഴിയിൽ കണ്ട മറ്റൊരു മൃഗണിയോട് വഴി ചോദിച്ച് വീണ്ടും നടത്തം തുടർന്നു. മൃഗണി എന്ന വാക്ക് എന്റെ നിഘണ്ടുവിൽ കൂട്ടിച്ചേർത്ത എന്റെ സീനിയർ റോണിയോ സാറിനെ ഞാൻ നന്ദിയോടെ സ്മരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സ്ഥലത്തെത്തി. 5 ദിർഹംസിന്റെ 2 ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ഇത്രയും മൃഗണികൾ ഇവിടെ വന്നതിന്റെ പ്രധാന കാരണം ഇന്ന് അവധി ദിവസം ആയതുകൊണ്ടാണ്. ചിലരെ കണ്ടാൽ അവർ താമസം ഇങ്ങോട്ട് മാറ്റുന്നത് പോലെ എനിക്ക് തോന്നി. കയ്യിൽ പായയും മറ്റു സാധനങ്ങളുമുണ്ട്. നബീസിത്താന്റെ കടയിൽ നിന്നും വെള്ളം മേടിച്ച് വസ്ത്രവും മാറി ഞങ്ങൾ കടൽ തീരം ലക്ഷ്യമാക്കി നടന്നു. കടലിൽ കുളിച്ച് സമയം പോയതറിഞ്ഞില്ല. അല്ല, നമ്മൾ വന്ന കാര്യം നടന്നില്ലല്ലോ. അങ്ങനെ രാത്രി വൈകി ഒരു കളിയും കളിച്ച് ഞങ്ങൾ ടാക്സി പിടിച്ച് മടങ്ങി. മറ്റൊരു കഥയുമായി വീണ്ടും വരാം. ബായ്.